ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായേ? ഏതോ ലോകത്തു നിന്ന് പോലെ ആദ്യം ചോദിക്കുമ്പോൾ ബാക്കി എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. അത്രയും വലിയ വീട്ടിലെ കുട്ടിയായിരുന്നോ വേദമോള്? സീതമ്മ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അവളെ കണ്ടപ്പോൾ തന്നെ അനാഥയാണെന്ന് വിശ്വസിക്കാൻ എനിക്കും മടി തോന്നിയിരുന്നു. ശരിക്കും ഒരു രാജകുമാരിയെ പോലെയല്ലേ? കണ്ണും റയറാണ്. ദീപ്തി തൻ്റെ ഭാഗം പറഞ്ഞു. ശ്വാസം മടക്കി പിടിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വാസുകി മേഡത്തിനെ കാണണമെന്നും സംസാരിക്കണമെന്നും. പെട്ടെന്ന് മുന്നിൽ വന്നപ്പോൾ പകച്ചുപോയതിൻ്റെ ബാല്യം. അഭിലാഷ് എന്ന അപ്പുകൂടി പറഞ്ഞതും എല്ലാവരും ചിരിച്ചുപോയി. എന്തായാലും കണ്ണൻ്റെ ഭാഗ്യമാണ് വേദമോള്. ഈ തവണ പറഞ്ഞ ആളെ കണ്ട എല്ലാവരും ഒന്ന് ഞെട്ടി. അംബിക അപ്പച്ചി എല്ലാവരെയും നോക്കി ഇളിച്ചുകൊണ്ട് നിൽപ്പാണ്. ഓന്ത് മാറുവോ ഇതുപോലെ? ലച്ചു പതിയെ ആദ്യടായി പറഞ്ഞു. സത്യേട്ടതി, പുളിങ്ങുമ്പ് കണ്ടപ്പോൾ അങ്ങോട്ട് ചാടിയതാ. എന്ത്? അന്നേ തുമ്പിയുടെ 5 ഏട്ടന്മാരെ കണ്ടപ്പോൾ തുടങ്ങിയ ഇളക്കാണ്. അമ്മയ്ക്കും മോൾക്കും കുഞ്ഞേട്ടനേക്കാൾ വലിയ ആൾക്കാരല്ലേ, അതുകൊണ്ടാ. കഷ്ടം. ലച്ചു പുച്ഛത്തോടെ ഇരുവരെയും ഒന്ന് നോക്കി. തീരത്തേക്ക് അടിച്ചു കയറുന്ന തിരമാലയിലേക്ക് മെഴുകിൽ പായിച്ചു നിൽപ്പാണ് ആയുഷ്. തൊട്ടരികിലായി അബിയുമുണ്ട്. ഹാ, ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ട ചെക്കനാണ് കടപ്പുറത്ത് പാട്ടും പാടിയിരിക്കുന്നത്. കണ്ണൻ്റെ മൗനം അവസാനിപ്പിക്കാൻ നിന്നപ്പോൾ അബി അവനെ ചൊറിഞ്ഞു തുടങ്ങി. എനിക്ക് അവളെ കാണാം അബി. എന്താ? അവനിൽ നിന്നും ഒരു തല്ലോ തെറിയോ പ്രദേശവന് ഒട്ടും വിചാരിക്കാത്ത ഒരു മറുപടി ലഭിച്ചതും വാ പൊളിച്ചവനെ നോക്കിയിരുന്നു പോയി അബി. നീ കേട്ടില്ലേ എനിക്ക് അവളെ കാണണമെന്ന്? കേട്ടു. ഇതെൻ്റെ കണ്ണൻ തന്നെയാണോ? അബി ഒരു ആക്രോട് ചോദിച്ചതും അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. വാ പോകാം. എങ്ങോട്ട്? കണ്ണൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞതും കാര്യം മനസ്സിലാവാതെ അബി അവനെ നോക്കി. അവളെ കാണാൻ. നിസ്സാരമായി പറഞ്ഞുകൊണ്ടവൻ മോനോട് നടന്നതും കേട്ടത് തെറ്റിപ്പോയോ എന്ന് പോലും അബി ഒരു നിമിഷം ചിന്തിച്ചു. നിനക്ക് വട്ടാണോ കണ്ണ? ഈ രാത്രി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറി അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളെ കാണണമെന്ന നീ പറയുന്നേ, അത് ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അവള് ആട് കൊച്ചുമോളാണെങ്കിലും ആയിക്കോട്ടെ. ഇന്ന് കാലത്ത് മുതൽ ഈ ആയുഷ് വർമ്മ താലി കെട്ട എൻ്റെ പെണ്ണ. എനിക്കെൻ്റെ ഭാര്യയെ കാണാൻ ആടെയും അനുവാദം വേണ്ട. ഡാ, അസ്ഥിക്ക് പിടിച്ചല്ലേ? അബി ഒരു കള്ളച്ചീരുടെ ചോദിച്ചതും കണ്ണനിലേക്കും പതിയെ അത് പടർന്നിരുന്നു. റൂമിൻ്റെ ബാൽക്കണിയിലായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വിങ്ങിൽ ഏതോ ലോകത്തുനിന്നുപോലെ ഇരിപ്പാണവൾ. പിങ്ക് ബനിനും ഷോർട്സുമാണ് പെണ്ണിൻ്റെ വേഷം. അത്യാവശ്യം മോഡേണാണ് കക്ഷി. താഴെ എല്ലാവരും ഓരോ ചർച്ചയിലാണ്. തൻ്റെ വിവാഹമാണ് മെയിൻ വിഷയം. എന്തോ അതിലൊന്നും പങ്കുചേരാനുള്ള മാനസികാവസ്ഥയിലല്ല താനിപ്പോൾ ഉള്ളതെന്ന് അവൾ ഓർത്തു. ദേവപുരത്തു നിന്നും ഇവിടേക്ക് വന്നത് മുതൽ മനസ്സ് വല്ലാതെ പിടയ്ക്കുവാണ്. ഉള്ളു നിറയെ ആ മുഖം മാത്രമാണ്. മോളു ഇവിടെ വന്നിരിക്കുവാണോ? അവൾ കരികിലേക്ക് വന്നുകൊണ്ട് വാസുക്ക് ചോദിച്ചതും അവളൊരു ചീരയുടെ അമ്മയുടെ മാറിലേക്ക് ചേർന്നു. ഇഷ്ടമല്ലേ ഈ വിവാഹം? ഐ ഡോണ്ട് നോ അമ്മ, എനിക്കറിയില്ല. ആയുഷിനെയാണോ ഇഷ്ടമാവത്തെ? ചുണ്ടിലൊളിപ്പിച്ച ചീരയുടെ വാസുകി അത് ചോദിച്ചതും അവളൊരു ഞെട്ടലോടെ മുഖമുയർത്തി അമ്മയെ നോക്കി. അതിലുണ്ടായിരുന്നു ആ അമ്മയ്ക്ക് വേണ്ട മറുപടി. 1 വർഷമുണ്ട് മോളെ മുന്നിൽ. അവനെ അറിയാനും മനസ്സിലാക്കാനും പിന്നെ ഒരു വിവാഹ ജീവിതത്തിനായി തയ്യാറെടുക്കാനും. അപ്പയും അമ്മയും ഈ കുടുംബം മുഴുവനും നിന്നോടൊപ്പമുണ്ട്. എനിക്കറിയാം. അമ്മയിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നവൾ. അപ്പച്ചി വന്നില്ലേ? പാറുൻ്റെ ഡാൻസ് പ്രോഗ്രാം ഇന്ന് നൈറ്റാണ്. അത് കഴിഞ്ഞ് നാളെ മോർണിംഗ് ആകുമ്പോഴേക്കും അവളിങ്ങെത്തും. നീ വരുന്നു എന്നറിഞ്ഞതിൽ പിന്നെ ഒരു പ്രോഗ്രാം പോലും ഏറ്റെടുത്തിട്ടില്ല അവൾ. അപ്പച്ചി എന്താമ്മ വിവാഹം കഴിക്കാത്തെ? അവളുടെ ചോദ്യത്തിൽ വാസുകി ഒരു നിമിഷം മൗനമായി. അറിയില്ല വേദ, മോള് ചെന്നുറങ്ങ്, സമയം ഒത്തിരി വൈകി. ഗുഡ് നൈറ്റ്. തൻ്റെ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയതറിഞ്ഞിട്ടും അവളൊന്നും പറയാൻ നിന്നില്ല. കണ്ണാ, ഇത് വേണോ? നിനക്ക് നാളെ രാവിലെ അവളെ കണ്ടാൽ പോരെ? ഇവിടൊക്കെ CCTV ഉണ്ടാകും. നാണം കെടും നമ്മൾ രണ്ടും. ഇല്ലിക്കൽ തറവാടിൻ്റെ മതിൽ ചാടി മുന്നോട്ട് നടക്കുന്നിടയിൽ കണ്ണനെ ചെവി തിന്നുവാണ് അബി. നീ മിണ്ടാതെ വരുന്നോ അതോ എടുത്ത് ഞാൻ വെളിയിലെറിയണോ? ചോദ്യത്തിലെ ഭീഷണി മനസ്സിലായതും അബിയൊന്നും മിണ്ടാതെ അവനോടൊപ്പം നടന്നു. ഇതിൽ അവളുടെ മുറി എങ്ങനെ കണ്ടുപിടിക്കും ഇനി? ആ വലിയ മാളികയ്ക്ക് മുന്നിൽ പകച്ചുന്ന അബി ഒരു നിമിഷം ചോദിച്ചു. എന്നാൽ തേടിയെന്തോ കണ്ടുപിടിച്ചപ്പോൾ അവൻ്റെ മിഴികളൊന്ന് തിളങ്ങി. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. അത്രയും പറഞ്ഞ് മറുപടി കാക്കാതവൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഓടി. സ്വിങ്ങിൽ തന്നെ ഇരുന്ന് മയങ്ങിപ്പോയിരുന്നു അവൾ. ടെറസ് വഴി ബാൽക്കണിയിൽ എത്തിയതും അവൻ്റെ മിഴികൾ ഒന്ന് വിടർന്നു. അവൾ കരികിലേക്ക് ഇരുന്നു കൊണ്ടവൻ പെണ്ണിനെയൊന്ന് നോക്കി. ഇളം റോസ് നിറമാണ് അവൾക്ക്. നിറയെ പീലികളുള്ള നീലക്കണ്ണുകൾ, ചിരിക്കുമ്പോൾ തെളിയുന്ന ഇരുകവളിലേക്കും നുണക്കുഴികൾ. ഇളം കാറ്റിൽ മുഖത്തേക്ക് വീഴുന്ന മുടിയിഴകൾ അവൻ പതിയെ കൈകൾ കൊണ്ട് ഒതുക്കി വെച്ചു. ഒരു നോട്ടം കൊണ്ട് ആയുഷിൻ്റെ മനസ്സിളക്കിയ പാവക്കുഞ്ഞെ, എൻ്റെ ഉറക്കം കളഞ്ഞ് നീ മതിൽ വരെ ചാഴ്ച നീ കിടന്നുറങ്ങുവാണോ? പതിയെ ഒരു കാറ്റ് പോലെ അവൻ കാതിലായി ചോദിച്ചതും ഇരുമിഴികളും ചിമ്മി തുറന്നു. അരികിലായി ആരോ ഉള്ളതറിഞ്ഞ് ഒച്ച വെക്കാനായി വാ തുറന്നതും അടുത്ത നിമിഷം അവളുടെ വാ പൊത്തിപ്പിടിച്ചവൻ ഭിത്തിയിലേക്ക് ചേർത്തു. ഭയത്തോടെ അവൾ ആ മുഖത്തേക്ക് നോക്കിയതും
മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ശ്വാസമെടുക്കാൻ പോലും മറന്നു പോയിരുന്നു അവൾ. അവൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ഇത്ര അടുത്തായി ആ നീലമിഴികൾ കണ്ടതും എല്ലാം മറന്നവൻ അതിൽ ലയിച്ചു പോയിരുന്നു. തൻ്റെ ദേഹത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്നവനെ കാണി ഹൃദയതാളം തെറ്റിമിടിക്കാൻ തുടങ്ങിയത് അവൾ അറിഞ്ഞു. ഒച്ച വയ്ക്കലേ, പതിയെ പറഞ്ഞുകൊണ്ടവൻ കൈ മാറ്റിയതും നീലമിഴികൾ വിടർത്തിയവൾ അവനെ നോക്കി നിന്നു. ഇങ്ങനെ നോക്കല്ലേ പെണ്ണെ. നെഞ്ചിൽ കൈ ചേർത്ത് ശ്വാസം എടുത്തവൻ പറഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടാർന്നു. ഇരു കവിളിലുമായി തെളിയുന്ന ഗർത്തത്തിലേക്ക് അവൻ അത്രയും ഇഷ്ടത്തോടെ നോക്കി നിന്നു. എൻ്റെ ഭാര്യയെ ഒന്ന് കാണാൻ വന്നേ, കുറുമ്പോടെ പറഞ്ഞതും ചിരിച്ചു പോയിരുന്നു അവൾ. എന്തെങ്കിലും ഒന്ന് പറയടൂ. എങ്ങനെയാ വന്നേ? സിമ്പിൾ, മതിൽ ചാടി. സ്വിങ്ങിലേക്കായി ഇരുന്നു കൊണ്ടവൻ പറഞ്ഞതും വാ തുറന്ന് നിന്നു പോയവൾ. അടുത്ത നിമിഷം അവളെ വലിച്ചവൻ തൻ്റെ മടിയിലേക്കായി ഇരുത്തി പിടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവളിൽ പിടിയെന്ന് മുറുക്കിയവൻ. ഞാനല്ലേ? കാതിലായി പതിയെ ചോദിച്ചതും ശ്വാസമെടുക്കാൻ പോലും മറന്നവൾ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു. ഒന്നും മിണ്ടാനാവാതെ അവൻ്റെ മെഴുകളിലേക്ക് മതിമറന്ന് നോക്കിയിരുന്നു പോയി അവൾ. ആദ്യമായി ഒരുവൻ അത്രമേൽ അവകാശത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ നോക്കല്ലേ ഭാര്യയെ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് ഞാൻ ഓർത്തു പോകും. കുറുമ്പോടെ അവനത് പറയുമ്പോൾ പിടച്ചിലോടെ മിഴികൾ അവനിൽ നിന്നും അകറ്റിയിരുന്ന വേദ. ഡാ തെണ്ടി. അടുത്തുനിന്ന് കേൾക്കുന്ന അബിയുടെ ശബ്ദമാണ് ഇരുവരെയും അവരുടെ മാത്രമായി ലോകത്തു നിന്നും തിരികെ കൊണ്ടുവന്നത്. അവളൊരു പിടച്ചിലോടെ അവനിൽ നിന്നും അകന്നു മാറിയതും പല്ലി കടിച്ചുകൊണ്ടവൻ അബിയെ നോക്കി. ഹായ് തുമ്പി. ഹായ്. ഇനി മോളിച്ചെന്ന് ഉറങ്ങിക്കോ, നമുക്ക് നാളെ കാണാം. ഇനി നിന്നാ ശരിയാവില്ല. ഇളിച്ചുകൊണ്ട് അബി അത് പറഞ്ഞതും ഒരു ചീരോടെ തലയാട്ടിക്കൊണ്ടവൾ അകത്തേക്ക് നടന്നു. ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടിരുന്നു തന്നിൽ മാത്രം മിഴിയുറപ്പിച്ച് നിൽക്കുന്നവനെ. ഡപ്പന്ന മോനെ, എന്നെ അവിടെ നിർത്തിയിട്ട് ഇവിടെ വന്ന് റൊമാൻസിക്കുവാണോ നീ? വേദ റൂമിലേക്ക് കയറിയതും കണ്ണൻ്റെ കഴുത്തിൽ കൈ പിടിച്ചുകൊണ്ട് അബി ചോദിച്ചു. അതിന് നന്നായി നിളിച്ച് കാണിച്ചുകൊണ്ട് കണ്ണൻ വന്ന വഴിയെ അബിയും കൂട്ടി ഇറങ്ങി. നമ്മുടെ അളിയൻ ആൾ കൊള്ളാലോ ആരോ. ദേവാശെന്ന ഉണ്ണിയുടെ വകയാണ് ചോദ്യം. ഇരുവരും വീട്ടിലായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന CCTV ചെക്ക് ചെയ്യുമായിരുന്നു. ആരോ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കടന്നിട്ടുണ്ട് എന്ന് സംശയം തോന്നി ആരവിനെയും കൂട്ടി വന്നതാണ് അവൻ. അളിയൻ രാത്രി മാതിരം ചാടി പെങ്ങളെ കാണാൻ വന്നതാണെന്ന് മനസ്സിലായതും ആദ്യം ചിരിയാണ് വന്നത്. തങ്ങളുടെ തുമ്പിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലേ എന്നൊരു ചോദ്യം 5 ഇവിടെ ഉള്ളിലും ബാക്കി ആയതുകൊണ്ട് അവളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നും ദേവി കിടക്കുന്നതിന് മുൻപ് പറഞ്ഞിട്ട് പോയതായിരുന്നു. ഇപ്പം ചോദിക്കാതെ തന്നെ അതിനുള്ള ഉത്തരവും കിട്ടിക്കഴിഞ്ഞു. ആയുഷിനെ കാണുമ്പോൾ തുമ്പിയുടെ കണ്ണിൽ തെളിയുന്ന വികാരം പ്രണയമാണെന്നും പോലീസും പട്ടാളവും ഒരുപോലെ മനസ്സിലാക്കി. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അളിയൻ പോയില്ലിൽ ഉത്തരവാദിത്തമുള്ളൊരു ആങ്ങൾ എന്ന നിലയിൽ ഞാൻ പട്ടി അഴിച്ചു വിട്ടേനെ. ചിരിയുടെ ആരവാത് പറഞ്ഞതും ഉണ്ണിയും അവനൊപ്പം ചേർന്നു. വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു വേദയ്ക്ക്. ഒന്ന് കണ്ടെങ്കിലെന്ന് ചിന്തിച്ചിരുന്നു. സത്യത്തിൽ ഒരു വാക്കെങ്കിലും മിണ്ടണം എന്ന് തോന്നിയിരുന്നു. പക്ഷെ കുറച്ചു മുൻപ് നടന്നതും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇരുട്ടിലേക്ക് മെഴികൾ പായിച്ചു നിൽക്കുകയാണവൾ. പാർവതി ഇല്ലിക്കൽ തറവാട്ടിലെ 3 ഏട്ടന്മാരുടെ കുഞ്ഞനുജത്തി, ലോകമറിയപ്പെടുന്ന നർത്തകി. തൻ്റെ ജീവിതം പോലും അതിനു മാത്രമായി ഒഴിഞ്ഞു വെച്ചവൾ. നീലം മിഴികളും ചെഞ്ചുവപ്പാർന്ന അതിരങ്ങളും ഗോതമ്പിൻ്റെ നിറവും മുട്ടപ്പം നിൽക്കുന്ന ഇടതൂർന്ന കറുത്ത മുടിയിഴകൾ, നാസികത്തുമ്പിൽ നീലക്കല്ലിൽ തീർത്തൊരു ഒറ്റക്കൽ മൂക്കൊതി. സർപ്പസൗന്ദര്യം എന്ന് നിസ്സംശയം പറയാം. അവരുടെ പ്രതിരൂപം തന്നെയാണ് വേദയും. പാറു. അരികിൽ ആയൊരുവൻ്റെ ശബ്ദം കേട്ടതും തൻ്റെ ചിന്തകളിൽ നിന്നും അവൾ ഉണർന്നു. കണ്ണിലൊളിപ്പിച്ച പ്രണയത്തോടെ തനിക്കരികിലേക്ക് നടന്നെടുക്കുന്നവനെ കാണി ഒരു നിമിഷം വല്ലാത്ത വേദന തോന്നിയവർക്ക്. ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ പ്രണയിക്കുന്നവൻ തകർന്നു പോകുന്ന അവസ്ഥയിലും താങ്ങായി കൂടെ നിന്നവൻ. ഇന്നോളം പ്രണയം പറഞ്ഞ് തന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല. നീ എന്താ പാറു ആദ്യം കാണുന്നപ്പോൾ എന്നെ നോക്കുന്നേ? ഒന്നുമില്ല വികാസ്. നാട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചോ നീ? പോണം. മോള് വന്നിട്ടുണ്ട് തറവാട്ടിൽ, ഞങ്ങളെ രാജകുമാരി. അത്ര നേരം നിർവികാരമായിരുന്ന മിഴികളിൽ ഒരു തിളക്കം അവൻ ആ നിമിഷം കണ്ടു. അത്രയും ജീവനാണോ പാറു വേദമോൾ നിനക്ക്? അവള് ഞാൻ തന്നെയാണ് വികാസ്. എൻ്റെ ബാല്യവും കൗമാരവും അവളിലൂടെ കാണുകയാണ് ഞാനിപ്പോൾ. 5 ഏട്ടന്മാരുടെ ജീവൻ. അവിടെയുള്ള ഓരോരുത്തർക്കും തുമ്പിമോൾ എത്ര പ്രിയപ്പെട്ടതാണെന്ന് അറിയോ? കുഞ്ഞേട്ടത്തി അവളെ ഉദരത്തിൽ ഏറ്റിയ നിമിഷം മുതൽ അവളെ മനസ്സിൽ ഏറ്റിയവരാണ് ഞങ്ങൾ ഓരോരുത്തരും. എത്രയായി പാറു നിന്റെ ചിരിക്കുന്ന മുഖം ഒന്ന് കണ്ടിട്ട്? നിറഞ്ഞ മിഴികളോടെ ചിരിച്ചുകൊണ്ട് പറയുന്നവളെ കാണി അവൻ പോലും അറിയാതെയായിരുന്നു ആ വാക്കുകൾ പുറത്തു വന്നത്. നിനക്കൊരു ജീവിതം ഇനിയെങ്കിലും വേണ്ടേ വികാസ്? അവളുടെ ചോദ്യത്തിന് മൗനമായിരുന്നു അവൻ്റെ മറുപടി. അല്ലെങ്കിലും ചില ഉത്തരത്തേക്കാൾ നല്ലത് മൗനമാണ്. കഴിഞ്ഞതെല്ലാം മറന്നോടെ നിനക്ക്? അല്പസമയത്തിന് ശേഷം വികാസ് ചോദിച്ചതും അവളൊന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു കടലോളം വേദന നിറഞ്ഞു നിൽക്കുന്നത് അവന് മാത്രം കാണാൻ കഴിഞ്ഞു. ചിലതെല്ലാം അങ്ങനെയാണ്. വേണ്ടെന്ന് വെച്ചാലും പിന്നെയും ഉള്ളിലേക്ക് തികട്ടി വരും. എത്രയൊക്കെ മറന്നെന്ന് നടിച്ചാലും എനിക്കതിന് കഴിയില്ല വികാസ്. പക്ഷെ ഞാൻ ഒരിക്കലും കരയില്ല.
തളരില്ല. കാരണം എൻ്റെ കുടുംബമാണ്. തകർന്നു പോകുമായിരുന്ന എല്ലാ അവസ്ഥയിലും എന്നെ ചേർത്ത് പിടിച്ചു. നിനക്കറിയാം വികാസ്, എൻ്റെ ഏട്ടത്തിമാരാണ് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. സ്വന്തമായൊരു വ്യക്തിത്വം നൽകിയത്. എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ലത്. പിന്നെ അവർക്കൊപ്പം തന്നെ നീയുമുണ്ടായിരുന്നു എനിക്കൊപ്പം. പക്ഷെ വേണ്ട, എനിക്കാവില്ല. ഇപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട് വികാസ്. കണ്ടുപിടിക്കണം എനിക്കത്. എൻ്റെ കുഞ്ഞ് അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം എനിക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നവളെ ഒരു പകപ്പോടെ നോക്കി നിൽക്കാനേ അവനുമായുള്ളൂ. രാവിലെ ഉണർന്നത് മുതൽ ഒത്തിരി സന്തോഷത്തിലായിരുന്നു വേദ. കോളേജിലെ തൻ്റെ ആദ്യ ദിവസമാണിന്ന്. ക്ലാസ് തുടങ്ങിയിട്ട് ദിവസങ്ങളായെങ്കിലും ഇന്നാണ് പെണ്ണിൻ്റെ അഡ്മിഷനെല്ലാം ശരിയായത്. ആദ്യമുള്ളതിനേക്കാൾ കുറച്ചുകൂടി സന്തോഷം കൂടുതലാണിപ്പോൾ. കഴുത്തിൽ കിടക്കുന്ന മഞ്ഞച്ചരടിൽ കോർത്ത താലിയിലേക്ക് അവളൊന്ന് നോക്കി. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തന്നെ അതിലേക്ക് അതിരങ്ങൾ ചേർത്ത് വെച്ചിരുന്നു വേദ. തുമ്പി, വാതിൽ തുറന്നീ. ഡോറിൽ തട്ടിക്കൊണ്ടുള്ള ദേവിയുടെ ശബ്ദമാണ് അവളെ തൻ്റെ മാത്രം ലോകത്ത് നിന്നും കൊണ്ടുവന്നത്. ഒരു ചിരിയോടെ തന്നെ എഴുന്നേറ്റ് കൊണ്ടവൾ റൂമിൻ്റെ ഡോർ തുറന്നു. ഗുഡ് മോർണിംഗ് തുമ്പി പെണ്ണേ. ഗുഡ് മോർണിംഗ് വലിയേട്ടാ. ഏട്ടൻ ഇപ്പം തന്നെ പോകാൻ റെഡിയായോ? റെഡിയായി നിൽക്കുന്ന ദേവനെ കണ്ടതും അല്പം സങ്കടത്തോടെ അവൾ ചോദിച്ചു. ഒരു 1 വീക്ക് കൂടി ഏട്ടൻ ബിസിയാണ് മോളെ. ഇന്നലെ മറ്റൊന്നും ഓർക്കാതെ ഓടി വന്നതല്ലേ. ഇനി ചെന്നിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഒരു ഫൈറ്റ് സീൻ കൂടിയുണ്ട്. അത് കഴിഞ്ഞ് ഏട്ടൻ ഫ്രീ ആണ്. റിയലി? വിടർന്ന മിഴികളോട് അവൾ ചോദിച്ചതും അതേന്ന് തലയാട്ടിക്കണ്ടവൻ അവളെ നെറുകയിൽ ചുംബിച്ചു. ഇന്ന് കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ? അതെ. ഒരു കള്ളച്ചിരിയുടെ പെണ്ണത് പറഞ്ഞതും വരുത്തി തീർത്ത ഗൗരവത്തോടെ അവൻ അവിടെ നിന്ന് നോക്കി. ഈ ചിരിയുടെ അർത്ഥമൊക്കെ എനിക്കറിയാം. പക്ഷേ ഒരു പക്ഷേ ഇല്ലെൻ്റെ വലിയേട്ടാ. ഇവിടെ വന്നത് തന്നെ ആ പട്ടാള ഭരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് അടിച്ചു പൊളിച്ച് നടക്കാനാണ്. സോ ആ കാര്യത്തിൽ നോ കമൻസ്. എൻ്റെ കൊച്ചു അടിച്ചു പൊളിച്ചൊക്കെ നടന്നു. നിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. വലിയേട്ടാ, അത് ഒന്നും പറയേണ്ട തുമ്പി. കണ്ണെന്ന് തെറ്റിപ്പോഴേക്കും ഇന്നലെ നടന്നതൊക്കെ നീ മറന്നു. ജീവൻ കയ്യിൽ പിടിച്ച എല്ലാവരും ഇവിടെ എത്തിയത്. ഇനിയും വയ്യ. ആർക്കും അതിന് സാധിക്കില്ല മോളെ. ഏട്ടൻ്റെ തുമ്പിയെ പ്രൊട്ടക്ഷൻ എന്നും പറഞ്ഞ് ആരും ശല്യപ്പെടുത്തില്ല. പക്ഷെ നിനക്കൊപ്പം അവരുണ്ടാകും. അതൊക്കെ. പിന്നെ ഇത് ഡൽഹിയല്ല. ഇവിടെ അങ്ങനെ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കും. ചിണുങ്ങിക്കൊണ്ടവൾ പറഞ്ഞതും ഒത്തിരി വാത്സല്യം തോന്നി അവന്. ആരും ഏട്ടനെ തുമ്പിയെ കളിയാക്കില്ല. നിന്റെ പ്രൊട്ടക്ഷനായി കൂടെയുള്ളവരെ അവിടെ ആരും അറിയില്ല. ഒന്നുമില്ലേലും അത് നമ്മുടെ കോളേജല്ലേ. ഇനിയും നിന്ന ഏട്ടൻ വൈകും. അതെ, പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം. നമുക്ക് 6 പേർക്കും കൂടി ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വരും, പ്രോമിസ്. മിടുക്കിയായിട്ടിരിക്കണം. ടേക്ക് കെയർ. ലവ് യു ഏട്ടാ. ലവ് യു ടു. നെറുകിൽ ഒരിക്കൽ കൂടി ചുണ്ടു ചേർത്ത് അത്രയും പറഞ്ഞുകൊണ്ടവൻ പുറത്തേക്ക് നടന്നു. എന്തോ വല്ലാത്ത സങ്കടം തോന്നി അവൾക്ക്. ഒരു യാത്ര പറച്ചിൽ അതെപ്പോഴും സങ്കടം തന്നെയാണ് അവൾക്ക്. അതിന് ഒരു ദിവസത്തേക്കായാൽ പോലും. ഇനി പെണ്ണിൻ്റെ സങ്കടം കാണണ്ടെന്ന് കരുതി പറയാതെ പോയാൽ പിന്നെ അതൊരു പിണക്കത്തിൽ ചെന്നവസാനിക്കും. കണ്ണാടിക്ക് മുന്നിൽ നിന്നും ഒരുങ്ങുന്നവനെ കാണി അബി തലയ്ക്ക് കൈ കൊടുത്തിരിപ്പാണ്. ഏകദേശം 1 മണിക്കൂറായി ആ ഇരിപ്പ് തുടങ്ങിയിട്ട്. കണ്ണനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. 10ാമത്തെ ഷർട്ടാണ് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. അത്ര നേരം ട്രയൽ നോക്കിയതിൻ്റെ ഫലമായി ബെഡിൽ കിടക്കുന്ന ഷർട്ടുകളിലേക്ക് അബി ഒരു നിശ്വാസത്തോടെ നോക്കി നിന്നു. ഒരു നിമിഷം അവൻ്റെ ചിന്ത 2 ആഴ്ച മുമ്പുള്ള ഒരു ദിവസത്തിലേക്ക് പോയി. ഫ്രഷേഴ്സ് വരുന്നതിൻ്റെ ഭാഗമായി അബി കണ്ണാടിക്ക് മുന്നിൽ നിന്നും ഒരുക്കമാണ്. ഷർട്ടും ടീഷർട്ടും എല്ലാം മാറി മാറി ഇട്ട് നോക്കുന്നുണ്ട്. തൃപ്തി വരാതെ തോന്നിയവയെല്ലാം ബെഡിലേക്ക് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ രീതിയിൽ കിടപ്പുണ്ട്. നിനക്കിതൊക്കെ വാരി വലിച്ചെടുത്ത മര്യാദയ്ക്ക് എടുത്തു വെച്ചൂടെ അബി? അബിയുടെ ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് കണ്ണൻ കാലിപ്പോടെ പറഞ്ഞു. അതൊക്കെ വന്നിട്ട് ചെയ്യാം എൻ്റെ കണ്ണാ. ഇപ്പോൾ ഞാൻ അടിപൊളിയായില്ലേ? ഇന്ന് ഫ്രഷേഴ്സ് വരുമല്ലേ? ഒന്നിനെയെങ്കിലും സെറ്റാക്കി എടുക്കണം. അതിനാണോ ഈ കോലം കെട്ടൽ? നാണയില്ലേ നിനക്ക്? കാലിപ്പോടെ അല്പം പുച്ഛത്തോടെ കണ്ണൻ പറഞ്ഞതും കാറ്റൂതിവിട്ട ബലൂൺ പോലെയായിരുന്നു അബി. കാണാൻ കൊള്ളാവുന്നതിൻ്റെ അഹങ്കാരം. അവനെ പുച്ഛിച്ചുകൊണ്ട് അബി അത് പറഞ്ഞതും കണ്ണൻ ചാടി എഴുന്നേറ്റു. 10 മിനിറ്റ് ഞാൻ നോക്കും. അതിനുള്ളിൽ ഇതെല്ലാം ഒതുക്കി വെച്ച് വന്നില്ലെങ്കിൽ ഒരു ഭീഷണിയോടെ പറഞ്ഞുകൊണ്ടവൻ പുറത്തേക്ക് പോയി. ഡാ. കയ്യിലെ പെർഫ്യൂം ബോട്ടിൽ എറിഞ്ഞുകൊണ്ട് കണ്ണൻ വിളിച്ചപ്പോഴാണ് അബി ബോധകാലത്തിനും തിരികെ എത്തിയത്. മുന്നിൽ കലിപ്പോടെ നിൽക്കുന്നവനെ കാണി വാ തുറന്ന് നിന്നു പോയിരുന്നു അബി. തനിക്ക് മുന്നിൽ റെഡിയായി നിൽക്കുന്നവനെ കാണി കണ്ണു മിഷി നിൽപ്പാണ് അബി. എന്താടാ നീ ഇങ്ങനെ ഇരിക്കുന്നേ? വാ പോകാം. ഇപ്പം തന്നെ ലേറ്റായി. ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി വെച്ചുകൊണ്ട് കണ്ണൻ അതും പറഞ്ഞതും അതേ ഇരിപ്പ് തന്നെയാണ് അബി. എടാ മോനെ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞേ? കണ്ണൻ്റെ വായിൽ സരസ്വതി വിളയടി തുടങ്ങിയതും അടുത്ത നിമിഷം അബി ചാടി എഴുന്നേറ്റ് 2 കണ്ണും ഒന്ന് ചിമ്മി തുറന്നു. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? നീ എന്നെ മുൻപ് കണ്ടിട്ടില്ലേ? ഇല്ലല്ലോ. ഈ കണ്ണനെ ഞാൻ മുൻപ് കണ്ടിട്ടേയില്ല. അബി ഒരു ചിരിയോടെ പറഞ്ഞതും ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചു വെച്ചുകൊണ്ടവൻ അബിയെ നോക്കി. ഇന്നലെ വരെ ഏതെങ്കിലും ഒരു ഷർട്ടും ഇട്ടുകൊണ്ട് വന്ന ആയുഷ് വർമ്മ തന്നെയാണോ ഇന്ന് ഏത് ചേട്ടും മതി വരാതെ നിൽക്കുന്നത്? ഡാടാ, നീ കൂടുതലൊന്നും പ്രസംഗിക്കണ്ട. പിന്നെ കൂടെ ഞാൻ കൂട്ടില്ല. തനിച്ച് വരേണ്ടി വരും.
കാലിപ്പോട് അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും ഒന്ന് തലയാട്ടി ചിരിച്ചുകൊണ്ട് അഭിയും താഴേക്ക് പോയി.